അപ്പോൾ നമുക്ക് സ്റ്റീമറിൽ എളുപ്പത്തിൽ നല്ല കിടുക്കാച്ചി പാസ്ത റെഡിയാക്കിയാലോ. അപ്പോൾ സ്റ്റീമറിൻ്റെ അടിയിലത്തെ തട്ട് വെച്ചിട്ടുണ്ട്, അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ഓയിലും ഒഴിച്ച് മറ്റേ പാസ്തയിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിനകത്ത് ഇത്തിരി മുളക് പൊടി ഉപ്പിട്ട് അതൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇഡ്ഡലി തട്ടിൻ്റെ ആദ്യത്തെ ഫസ്റ്റത്തെ ഒരു തട്ടിൽ നമ്മളത് ആ ചിക്കൻ പുരട്ടി വെച്ചിട്ട് അത് അതിനകത്ത് വെച്ച്, പിന്നെ അതിൻ്റെ മേളിലത്തെ തട്ടിൽ ആ തക്കാളി, വെളുത്തുള്ളി, ക്യാഷ്നട്ട്, സവാള, പിന്നെ കാശ്മീരി ചില്ലിയും കൂടി നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് അത് ചൂടാറിയതിന് ശേഷം നമ്മളത് ആ മേളിൽ തട്ടിലത്തെ ഐറ്റംസ് എല്ലാം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ബട്ടർ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് തന്നെ നമ്മൾ ആ ചിക്കൻ വേവിച്ചത് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പേസ്റ്റ് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി, പിന്നെ അത് നമ്മൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ആ ഒരു ഗ്രേവി പരുവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നല്ല തിള വരുമ്പോഴത്തേക്കും നമ്മുടെ പാസ്ത വേവിച്ച് വെച്ചത് അതും അതിനകത്തേക്ക് ഇടുക. അതിലേക്കാണ് ചില്ലി ഫ്ലേക്സ്, കസൂരി മെത്തി ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ ചീസ്, അത് മൊസറല്ല ചീസാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതും കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെഡി ആട്ടാ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്.